മുഖം എന്താ വിളറിയിരിക്കുന്നത്? അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് ഒരു പക്ഷേ അനീമിയ ആകാം. ഉയർവനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അഷ്പു ജേക്കബ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനീമിയയെക്കുറിച്ചാണ്. സാധാരണയായി സ്ത്രീകളിലും കുട്ടികളിലും മുതിർന്ന ആളുകളിലുമാണ് ഈ അസുഖം നമ്മൾ കാണപ്പെടുന്നത്. നമ്മളുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ അളവ്, അതായത് നമ്മൾ HB കോൺസെൻട്രേഷൻ 12 ഗ്രാം% കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഹീമോഗ്ലോബിൻ എന്ന് നോക്കാം. നമ്മുടെ ബ്ലഡിൽ 2 കമ്പണൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ അതിൽ കോശങ്ങൾ എന്ന് പറയും. അതിലാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ് എല്ലാം വരുന്നത്. അടുത്തത് ഒരു ലിക്വിഡ് ഫോമിലുള്ള പ്ലാസ്മയാണ്. ഇതാണ് രണ്ടും നമ്മുടെ ബ്ലഡിലെ കമ്പോണൻസ്. ഇതിൽ നമ്മളുടെ RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന ഒരു പ്രോട്ടീനെയാണ് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ അതോടൊപ്പം തന്നെ ന്യൂട്രിയൻസിനെയും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ. ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ പൊതുവെ അനീമിയ എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ വിളർച്ച അതോടൊപ്പം തന്നെ പാണ്ഡുരോഗം, ഈ 2 ടേമിലാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്നു എന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരിക, അതായത് നമ്മൾക്ക് അയൺ ഡെഫിഷ്യൻസി, അതോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക്കുലർ ഡെഫിഷ്യൻസി, ഈ ഒരു 3 കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ ന്യൂട്രീഷണൽ അനീമിയ ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു കാറ്റഗറി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ടും രക്തം നഷ്ടപ്പെടുക. അത് ഒന്നുകിൽ ആക്സിഡൻറ്റ് കേസിലാകാം, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്ത് ഓവർ ബ്ലീഡിങ് വരുമ്പോഴാകാം, അല്ലെങ്കിൽ പൈൽസ്. ഈ ഒരു 3 കാറ്റഗറിയിലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ നമ്മളുടെ രക്തം നഷ്ടപ്പെടുന്നത്. ഈ ഒരു കണ്ടീഷനിലും നമ്മളുടെ HB കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ഒരു കാറ്റഗറി നമുക്ക് കാണുന്നത് നമ്മളുടെ RBC നമ്മളുടെ ബോൺ മാരോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബോൺ മാരോ പ്ലസ് ബി. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറയുന്ന ഒരു അവസ്ഥയിലും നമ്മൾക്ക് HB കോൺസെൻട്രേഷൻ വളരെ കുറവായിട്ട് കാണാം. ഒരു 80% അസുഖങ്ങൾക്കുള്ള പ്രധാന കാരണവും നമുക്ക് HB ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ, അതോടൊപ്പം തന്നെ ജോയിൻറ്റ് പെയിൻസ്, പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ്, ചുണ്ടിൽ ഭയങ്കര കറുപ്പ് വരിക, നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അധികമായിട്ട് കിതയ്ക്കുക, കുറേ നടക്കുമ്പോൾ നമുക്ക് കാല് വേദന എടുക്കുക, ഇതൊക്കെ നമ്മൾക്ക് ഒരു രക്തക്കുറവ് മൂലം നമുക്ക് ശരീരത്തിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. ഇങ്ങനൊരു ലക്ഷണം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു അസുഖം വന്നതെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒത്തിരി കാരണങ്ങളുണ്ട് ഇത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് എന്തെങ്കിലും ഒരു അയൺ സപ്ലിമെൻറ്റ് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ അസുഖം മാറണമെന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിലേക്കുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ധാരാളമായിട്ട് അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള പച്ചക്കറികൾ, അതിൽ ഏറ്റവും പ്രധാനം ഇലക്കറികളാണ്. നമ്മൾക്ക് മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, മത്തൻ്റെ ഇല, തഴുതാമ ഇല, ഇലക്കറികൾ, പിന്നെ നമ്മുടെ വാടിച്ചുണ്ട്, നമ്മൾ കുടപ്പൻ എന്ന് പറയും, അത് നമ്മൾക്ക് ധാരാളം കഴിക്കാം. ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് ചുവപ്പ് കളറുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്കിതിന് യൂസ് ചെയ്യാം. നമുക്ക് ആപ്പിൾ യൂസ് ചെയ്യാം, വാട്ടർമെലൺ യൂസ് ചെയ്യാം, പോമഗ്രാനൈറ്റ് യൂസ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സിൽ വരുമ്പോൾ നമുക്ക് ഡേറ്റ്സ്, കാഷ്യൂ, ബദാം അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നട്ട്സിൽ ഏറ്റവും നല്ലത് പംകിൻ സീഡ്സ് ആണ്. നമുക്ക് നന്നായിട്ട് കഴിക്കാം. നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, നമ്മൾ ഹൈഡ്രേഷൻ നല്ല രീതിയിൽ നിർത്തുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. ഇത്രയും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനീമിയയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന അനേകം വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.